നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഹരിതകർമ്മ സേനയ്ക്ക് ഇനി പച്ച വേണ്ട, കാവി മതി എന്ന് പറയുന്ന ടൈറ്റിലും തന്നെയിൽ ക്യാപ്ഷനൊക്കെ കണ്ടുകൊണ്ടാണ് ആ വാർത്ത യൂട്യൂബിൽ ഒന്ന് കണ്ടത്. വാർത്തയിൽ മറ്റൊന്നും അല്ലായിരുന്നു. അതായത് സേഫ്റ്റിയുടെ ഭാഗമായി, സുരക്ഷയുടെ ഭാഗമായി ഹരിതകർമ്മ സേനയ്ക്ക് ജാക്കറ്റും ഹെൽമറ്റും ഷൂസും വിതരണം ചെയ്തു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നമസ്തേ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഹരിതകർമ്മ സേനയ്ക്ക് ഇത്തരത്തിലുള്ള സുരക്ഷാ ഉപകരണങ്ങൾ നൽകിയത്. അത് സുരക്ഷയുടെ ഭാഗമായിട്ടാണ്. അത് രാത്രിയിലും പകലുമൊക്കെ ജോലി ചെയ്യുന്ന, ചിലപ്പോൾ തെരുവിനും അല്ലെങ്കിൽ റോഡിൻ്റെ പരിസര പ്രദേശങ്ങളിലും മറ്റിടങ്ങളിലും സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഇടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഹരിതകർമ്മ സേനയിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ജാക്കറ്റ് ഓറഞ്ച് നിറത്തിലാണെങ്കിൽ തരംഗ ദൈർഘ്യം കൂടിയ നിറമാണിത്. ദീർഘദൂരത്തു നിന്ന് വരുന്ന ആൾക്കാർക്കോ വാഹനങ്ങൾക്കോ പോലും ഇവരെ തിരിച്ചറിയുവാൻ പറ്റും, മനസ്സിലാകും. അപ്പോൾ സുരക്ഷാ പ്രശ്നമുള്ള ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷ വളരെയധികം നിർബന്ധമാണ്, അത് ആവശ്യവുമാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അംഗീകരിച്ച നിറമാണ് ഓറഞ്ച്. അതിനെയാണ് ഈ കാവി നിറത്തിലുള്ള ജാക്കറ്റ് വിതരണം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു വിവാദം മനോരമ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തിനാണ് മനോരമ ഇത്തരത്തിലുള്ളൊരു വിവാദം ഉണ്ടാക്കുന്നത് എന്ന് അറിയില്ല. വാർത്തയുടെ അവസാനം സൂചിപ്പിച്ചു പോകുന്നതും അതാണ്. നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഹരിതകർമ്മ സേനയിലെ ആൾക്കാർ ചിലപ്പോൾ പച്ചയോ അല്ലെങ്കിൽ കാവിയോ ധരിച്ചിരിക്കാം. യൂണിഫോമിന് ഇനി യൂണിഫോമിറ്റി പ്രതീക്ഷിക്കേണ്ട എന്നാണ്. ഇങ്ങനെ പലതരത്തിലാണ് ഈ വാർത്ത കടന്നു പോകുന്നത്. വാർത്തക്കിടയിൽ തന്നെ ഇവർ ചില ആൾക്കാരുടെ ഒപ്പീനിയൻ എടുക്കുന്നുണ്ട്. ഹരിതകർമ്മ സേനയിലെ ആൾക്കാരുടെ തന്നെ അഭിപ്രായം എടുക്കുന്നുണ്ട്. അവർ ചില ആൾക്കാർ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു, അല്ലെങ്കിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ആൾക്കാരെ അല്ലേ ഇവർ കൊടുക്കുകയുള്ളൂ. കാരണം ആ ന്യൂസിന് കൂടുതൽ ഒരു പ്രാധാന്യം ലഭിക്കണമെങ്കിൽ അങ്ങനെയല്ലേ പറ്റൂ. ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം പച്ചയാണല്ലോ ഞങ്ങൾ ആദ്യമേ ഇട്ടു വന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അവർക്ക് ഇതിനെക്കുറിച്ച് കാര്യമായ ധാരണയൊന്നുമില്ലാത്ത മനുഷ്യരാണ്. അവരെ കൂടുതൽ ഈ കാര്യത്തെക്കുറിച്ച് ബോധവാന്മാരോ ബോധവതികളോ ഒക്കെ ആക്കി മാറ്റേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് കൂടിയാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത്. എന്നാൽ ആ മാധ്യമ ധർമ്മം വിട്ടിട്ട് വിഘടനത്തിന് വേണ്ടിയിട്ട്, വിഭജിക്കുവാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇറങ്ങി പുറപ്പെടുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർക്കോ അല്ലെങ്കിൽ ഭരണസമിതിക്കോ ഇതിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അവർക്ക് ലഭിച്ച ഉത്തരവനുസരിച്ച് അല്ലെങ്കിൽ ആ സ്കീമിനനുസരിച്ച് കൊണ്ട് അവർ ഉപകരണങ്ങൾ വിതരണം ചെയ്തു, സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മേയർ BJP കാരനായതുകൊണ്ട് എന്നാൽ RSSൻ്റെയോ BJPയുടെയോ ഒക്കെ നിറം അങ്ങ് കൊടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ടല്ല അത്തരത്തിലുള്ളൊരു നിറം കൊടുത്തത്. ഇത് ദയവായി മനോരമ പോലുള്ള മാധ്യമങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ദീർഘനാളത്തെ ചരിത്രമുള്ള മനോരമയ്ക്ക് വീണ്ടും വീണ്ടും പുച്ഛങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഇത് ഏത് ന്യൂസ് എഡിറ്ററിൻ്റെ കയ്യിൽ കൂടിയാണ് കടന്നുപോയത് എന്നറിയില്ല, ഏത് സബ് എഡിറ്ററിൻ്റെ കയ്യിൽ കൂടിയാണ് കടന്നുപോയതെന്ന് അറിയില്ല, ഏത് അവതാരകനാണ് ഇതിൽ കൂടുതൽ ശാഠ്യമെന്നും അറിയില്ല. എന്തായാലും വളരെ നല്ല ഒരു വാർത്ത തന്നെയാണ്. മനോരമയുടെ അഭിമാനം വാനോളം ഉയർത്തുവാൻ തരത്തിലുള്ള വാർത്ത തന്നെയാണ്. ഇത്തരമൊരു വാർത്തയ്ക്ക് അനുമതി നൽകിയ മനോരമയ്ക്ക് നമോഭാഗം, ഇത്തരമൊരു വാർത്ത വായിച്ച അവതാരകനും നമോഭാഗം. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. ഇതാണ് മാധ്യമധർമ്മം. മാധ്യമങ്ങളെ മാപ്രയെന്നും മഞ്ഞപത്രങ്ങളെന്നും അല്ലെങ്കിൽ മഞ്ഞ വാർത്തകളെന്നും വിളിച്ച് ആക്ഷേപിക്കുന്നതിന് നിങ്ങൾ കൂടുതൽ കാരണക്കാരായി മാറും. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊള്ളട്ടെ.